ഫ്രണ്ട്സ്, വെൽക്കം ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്കും അതുപോലെ തെരുവിലുള്ള മൃഗങ്ങൾക്കും എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. നമ്മൾ മനുഷ്യരെ പോലെ മൃഗങ്ങൾക്കും ചൂട് അനുഭവപ്പെടാറുണ്ട്. ഇപ്പം ചൂട് കൂടി വരികയാണ്, പക്ഷെ അവർക്ക് നമ്മളെപ്പോലെ പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ അവരെ കെയർ ചെയ്യണം. ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കണം. പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും കിളികളാണെങ്കിലും ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കണം. ശുദ്ധമായ ജലം ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കണം, കിളികൾക്കൊക്കെ വേണ്ടി, അതുപോലെ തെരുവ് മൃഗങ്ങൾക്ക് വേണ്ടി. പിന്നെ അതിന് തണലുള്ള സ്ഥലത്ത് കിടക്കാൻ അനുവദിക്കണം. വീട്ടിൽ വളർത്തുന്ന നായയാണെങ്കിൽ അതിനെ തൊടലി കെട്ടി വെക്കരുത്. അങ്ങനെ കെട്ടി വെച്ച് അതിന് ചൂട് അനുഭവപ്പെടും. അതിനെ തുറന്ന് വിടണം. തുറന്ന് വിടുമ്പോൾ അത് തന്നെ അതിന് ഇഷ്ടമുള്ള തണലുള്ള സ്ഥലം നോക്കും. പിന്നെ തൈരൊക്കെ കൊടുക്കണം, നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച തൈര് കൊടുക്കുന്നത് അതിന് കൂളിംഗ് ഇഫക്റ്റ് ശരീരത്തിൽ തണുക്കാൻ സഹായിക്കും. അതുപോലെ ധാരാളം ഇറച്ചി മീൻ്റെയും കൂടെ വെജിറ്റബിൾസും കൊടുക്കാം. ക്യാരറ്റ്, മത്തങ്ങ തുടങ്ങിയ വെജിറ്റബിൾസ്, ഫൈബറൊക്കെ ഉള്ള, വെള്ളമൊക്കെ ഉള്ള, വാട്ടർ കണ്ടൻറ്റുള്ള വെജിറ്റബിൾസ് കൊടുക്കാം. ചിക്കനേക്കാൾ നല്ലത് ഫിഷും ബീഫും കൊടുക്കുന്നതാണ്. കാരണം ചിക്കൻ ചൂടാണ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കണം. പിന്നെ കാറിൽ ഒരിക്കലും മൃഗങ്ങളെ വെച്ചിട്ട് പോകരുത്. പിന്നെ അതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാറിൽ മൃഗങ്ങളെ വെച്ചിട്ട് പോയാൽ അതിന് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായിട്ട് മരണം വരെ അതിന് സംഭവിക്കാം. പട്ടിക്കും പൂച്ചയ്ക്കും സ്വെറ്റ് പോകത്തില്ല നമ്മളെപ്പോലെ. അതുകൊണ്ട് അതിനെ കാറിൽ അടച്ച് വെക്കല്. പിന്നെ ഒരിക്കലും ഷേവ് ചെയ്യാൻ പാടില്ല. ഷേവ് ചെയ്താൽ അതിന് കൂടുതൽ ചൂട് അനുഭവപ്പെടുകയുള്ളൂ. ഒരുപാട് പേര് പെറ്റ് ഗ്രൂമിങ് സെൻറ്ററിൽ പോയിട്ട് ഡോഗ്സിനെ, ക്യാറ്റ്സിനെയൊക്കെ ഷേവ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡോഗ്സിൻ്റെ ഫറ് ചൂട് കാലത്ത് തണുപ്പ് കാലത്ത് ചൂടും ആകാൻ അതിനെ സഹായിക്കുന്ന അതാണ്. അങ്ങനെ ഒരു ഫറാണ് ഡോഗ്സിനുള്ളത്. അതുകൊണ്ട് ഡോഗ്സിനെ ഒരിക്കലും ഷേവ് ചെയ്യരുത്. അതുപോലെ പൂച്ചയെ ഷേവ് ചെയ്യാൻ പാടില്ല. ഷേവ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ചൂട് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഫാനുള്ള ഏരിയയിലും അതിനെ കിടക്കാൻ അനുവദിക്കണം. ഫാനോ അല്ലെങ്കിൽ എയർ കൂളറോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ വീട്ടിൽ AC ഉണ്ടെങ്കിൽ ഇതുപോലെ ACയിലൊക്കെ വേണം. പ്രത്യേകിച്ച് പേർഷ്യൻ കാറ്റ്സും അല്ലെങ്കിൽ ബ്രീഡായ ഡോഗ്സിന് AC ഉള്ള റൂമിൽ കിടത്തുന്നതാണ് നല്ലത്. കാരണം അതിന് ചൂട് സഹിക്കാൻ പറ്റില്ല നമ്മളെപ്പോലെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ അതിന് ചൂട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പിന്നെ ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കണം. വെജിറ്റബിൾസൊക്കെ ഒരുപാട് കൊടുക്കണം. ഇറച്ചി മീൻ്റെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വല്ലപ്പോഴും ബ്രീഡായിട്ട് അവസാനം അതിനെ കുളിപ്പിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.